ഒരു ദുരൂഹ വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ പ്രചരിക്കുന്നത്. അത് പാലക്കാട് സ്വദേശിയായ ഒരു യുവാവിൻ്റെ മൃതദേഹം കാശ്മീരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആ യുവാവ് കേരളത്തിൽ നിന്നും പോകുന്നത് ബാംഗ്ലൂരിൽ ജോലിക്കെന്ന് പറഞ്ഞാണ്. പക്ഷെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്നാണ്. ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെ ദുരൂഹത എന്താണ്? ദുരൂഹതയാണത്. ഇപ്പോഴും തെളിയിക്കപ്പെട്ട NIA കേസ് ഏറ്റെടുത്തിട്ടുണ്ട്, അതുപോലെ പോലീസും ഒക്കെ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ 6-ാം തീയതി മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ദേഹം അവിടെ നിന്ന് കിട്ടുന്നത്. അവിടെ നിന്ന് പറഞ്ഞാൽ പഹൽഗാമിന് സമീപമുള്ള വനമേഖലയിൽ നിന്ന്. അവിടെ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. അത്ര നിബിഡമായ വനമല്ല പഹൽഗാമിലുള്ളത്. അപ്പോൾ വന്യമൃഗങ്ങൾ എന്തോ ആക്രമിച്ച് കൊന്നതാകാം എന്നാണ് പറയുന്നത്. അങ്ങനെ വന്യമൃഗങ്ങളൊന്നും അങ്ങോട്ട് വന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവമില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വാർത്തകളൊന്നും കാശ്മീരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുമില്ല. അങ്ങനെ വന്യമൃഗ ആക്രമണം കേരളത്തിലെ പോലെ ഇപ്പോൾ ഇടുക്കിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ ഒക്കെ ഉണ്ടാകുന്നത് പോലൊരു വന്യജീവി ആക്രമണം, അല്ലെങ്കിൽ നമ്മുടെ കോതമംഗലത്ത് പോലും ഉണ്ടാകുന്നത് പോലൊരു വന്യജീവി ആക്രമണമൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുറേ നാൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. നമുക്കും കിട്ടാറില്ല. നമ്മുടെ കേരളത്തിലേക്കും ആ വാർത്തകൾ അങ്ങനെയൊന്നും വരാറില്ല. അങ്ങനെ കാശ്മീരിൽ ഇങ്ങനെ സംഭവിച്ചിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ഒക്കെ ഇതുപോലുള്ള വാർത്തകൾ വരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങനെ വാർത്തകൾ വന്നിട്ടില്ല. അപ്പോൾ അസ്വാഭാവികമാണ്, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. പറഞ്ഞിരിക്കുന്നത് 6-ാം തീയതി കണ്ട ഈ മൃതദേഹത്തിന് 2 ആഴ്ചത്തെ പഴക്കം. 2 ആഴ്ച എന്ന് പറയുമ്പോൾ 14 ദിവസം. അപ്പോൾ ഇവിടെ നിന്ന് പിന്നോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എത്തുന്നത് അതിൻ്റെ തൊട്ട് തലേ മാസം 30 ദിവസമേ ഉള്ളൂ. 30 ദിവസവും 6 ദിവസം പിന്നെ 2 ആഴ്ചത്തെ പഴക്കമാകുമ്പോൾ അവിടെ നിന്ന് പിന്നെയും വീണ്ടും ഒരു 7 ദിവസം കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുക ഏതാണ്ട് 22-ാം തീയതിക്ക് അടുത്തുള്ള ഒരു ദിവസത്തേക്കാണ്. 2 ആഴ്ച എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ദിവസം വ്യത്യാസം വരാം. 22-ാം തീയതി എന്ന് പറയുമ്പോൾ കറക്റ്റാണ്. 6 ദിവസത്തെ പഴക്കം, 2 ആഴ്ചത്തെ 6 ദിവസം. 6-ാം തീയതി കണ്ടെത്തി 2 ആഴ്ചത്തെ പഴക്കം, 22-ന് അടുത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവിച്ചിരിക്കുന്നത് ഭീകരാക്രമണം നടന്ന ദിവസത്തിനോട് അടുത്ത് തന്നെയാണ്. അങ്ങനെ കൊല്ലപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ അടിമുടി ദുരൂഹതയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സംശയമുള്ളത്, അദ്ദേഹം എന്തായാലും മുസ്ലിം ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സമുദായത്തിലെ സുന്നത്ത് നിർബന്ധമാണല്ലോ. അത് നിർബന്ധമാണ്, മാൻഡേറ്ററിയാണ്, നിർബന്ധിതമാണ്. അതുകൊണ്ട് അത് ചെയ്തിരിക്കുന്ന ആളാവുമല്ലോ. ഇവരിങ്ങനെ പരിശോധിച്ചൊക്കെ തുണി മാറ്റി പരിശോധിക്കുന്ന ആൾക്കാരാണല്ലോ ഈ മഹാന്മാർ, തോക്കുമായിട്ട് വന്ന് കൊല്ലുന്ന ആൾക്കാർ. അങ്ങനെ പരിശോധിച്ചിരിക്കാൻ കൊല്ലുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് തെളിവുണ്ടല്ലോ മുസ്ലിം ആണെന്നുള്ളതിന് അദ്ദേഹത്തിന് തെളിവ് കിട്ടി കാണുമല്ലോ. ഒരു പക്ഷേ പിന്നെ ഇത് തെളിയിക്കാൻ വേണ്ടി അല്ലാത്തവരും സർക്കംസിഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഭാവനയിൽ കൂടി പറയുകയാണ്, സാങ്കല്പികമായിട്ട്. അപ്പോൾ നിങ്ങളുടെ കലീമ ചൊല്ലാൻ പറഞ്ഞു ആ അദ്ദേഹത്തിനോട്, അതായത് മുഹമ്മദ് ഷനീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കലീമ ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അല്ല, അതിനു മുൻപ് ഒരു കാര്യം, ഇദ്ദേഹം പാലക്കാട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പാലക്കാട് നിന്നും ജോലിക്കായാണ് പോകുന്നത്. പിന്നെ എങ്ങനെ കാശ്മീരിലെത്തി? അത് വലിയൊരു ചോദ്യമാണ്. അത് ഞാൻ പുറകോട്ടാണ് പോകുന്നത്. ഞാൻ ഈ ശവം കണ്ടെത്തി 6-ാം തീയതി തൊട്ട് പുറകോട്ട് പോകാം, ഒരു പിന്നടത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കലിമ ചൊല്ലുക. എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഊഹം വെച്ച് പറയുക. ഇത് നമുക്കൊന്നും തെളിവൊന്നുമില്ല ഇതിന്. ആ കലിമ ചൊല്ലാൻ ചിലപ്പോൾ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതാണ്. എന്താണെന്നറിയാമോ? മാനസികാവസ്ഥ ശരിയായിട്ടുള്ള ഒരാളല്ല ഇതെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ പറയും. അപ്പോൾ കലിമ ചൊല്ലുന്നതിൽ എന്തെങ്കിലും തടസ്സം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാകും. ഭീകരന്മാരല്ലേ, നമ്മുടെ ഭാഷ അവർക്കറിയില്ലല്ലോ. അവർക്കൊരു ഭാഷ അറിയാം, തോക്കിൻ്റെ ഭാഷ. എന്നാൽ പിന്നെ ഇവനെ കൂടെ തട്ടിയേക്കാമെന്ന് പറഞ്ഞ് തട്ടിയതായിരിക്കാം. അദ്ദേഹം മാനസികാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഒറ്റപ്പെട്ട നിലയിലായിരിക്കാം ഈ വനമേഖലയിൽ കണ്ടത്. പക്ഷേ ഇവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കാര്യസ്ഥതകളൊന്നും ഈ വാർത്തയിൽ പറയുന്നില്ല. അപ്പോൾ വെടിവെച്ചാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇതിലൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 2 ആഴ്ച പഴക്കമുള്ള ദേഹമാണ്. നമുക്കറിയാം അത് എത്രമാത്രം ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ വെടിയേറ്റാണോ, അടിയേറ്റാണോ, തൊഴിയേറ്റാണോ, വന്യമൃഗങ്ങൾ എന്തെങ്കിലും ചെയ്താണോ എന്നുള്ള അറിയത്തില്ല. വന്യമൃഗങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ചെയ്യുന്ന വന്യമൃഗങ്ങൾ ഈ ബോഡിയുമായിട്ടും കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മാംസഭോജികളായിട്ടുള്ള ജന്തുക്കളായിരിക്കുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. അത് ഉൾവനങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നല്ലേ ചെയ്യേണ്ടത്. ആ ബോഡി അവിടെ ഇട്ടിട്ട് മൃഗം പോവും. അങ്ങനെ വെറുതെ വന്യമൃഗങ്ങൾ ഒരാളിനെ അങ്ങനെ കൊല്ലാറില്ല. ആഹാരത്തിന് വേണ്ടിയേ കൊല്ലാറുള്ളൂ സാധാരണഗതി. അല്ലെങ്കിൽ അവയ്ക്ക് ഭീഷണിയാണെന്ന് തോന്നുമ്പോഴേ കൊല്ലാറുള്ളൂ. അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ പോവുക ചെയ്യുന്നത്. അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് സാധാരണഗതിയിൽ. പക്ഷേ ഇവിടെ അതുകൊണ്ട് അടിമുടി ദുരൂഹമാണ്. പിന്നെ താങ്കൾ പറഞ്ഞ ചോദ്യത്തിൽ കുറച്ചുകൂടെ സഞ്ചരിച്ച് പോയി കഴിഞ്ഞാൽ, ഇദ്ദേഹം 6-ന് രാത്രിയാണ് ബന്ധുക്കൾക്ക് വിവരം കിട്ടുന്നത്. ബാംഗ്ലൂരുവിൽ ജോലിക്കെന്ന് പറഞ്ഞ് ഏപ്രിൽ 13-ന്,
അപ്പോൾ മെയ് മാസത്തിന് ഒരു മാസം മുമ്പ് ഏപ്രിൽ 13-നാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് പോയത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ബാംഗ്ലൂരിലുണ്ട്. പാലക്കാട്ട് നിന്ന് ബാംഗ്ലൂരിലേക്ക് അധികം ദൂരമില്ല. അങ്ങോട്ടാണ് പോയതെന്ന് വീട്ടുകാർ വിചാരിച്ചിരുന്നു എന്ന്. അപ്പോൾ കൃത്യതയില്ല, അങ്ങോട്ട് തന്നെയാണ് പോയതെന്ന് നമുക്കൊരു ഉറപ്പും കിട്ടുന്നില്ല, ചോദിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് ഹസീന എന്നാണ്. ഈ ഹസീന ഇടയ്ക്ക് ഫോണിൽ വിളിച്ചിരുന്നു, അമ്മയാണല്ലോ വിളിച്ചിരുന്നു. 17-നാണ് വിളിച്ചത്, ഏറ്റവും ഒടുവിലായിട്ട് 17-ാം തീയതി. പോയത് 13, 4 ദിവസം കഴിഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ പെങ്ങളുടെ വീട്ടിലായിരിക്കും. സാധാരണഗതിയിൽ അമ്മമാർ പോയി കഴിഞ്ഞാൽ അന്ന് അവിടെ എത്തിയോ എന്നുള്ള രീതി ചോദിക്കാറുണ്ട് അല്ലേ. നമ്മൾ ഏതൊരമ്മയാണെങ്കിൽ, നമ്മുടെ അമ്മമാരാണെങ്കിലും അങ്ങനെയാണ് വിളിക്കാറുള്ളത് അല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഒരു അസ്വാഭാവികത അതിൽ വരുന്നുണ്ട്. മോൻ സുഖമായിട്ട് അങ്ങ് എത്തിയോ എന്ന് ചോദിക്കാറുണ്ട്. ബാംഗ്ലൂരിലേക്ക് അവിടെ നിന്ന് പോകാൻ ഏതാണ്ട് 4-5 മണിക്കൂർ, 6 മണിക്കൂറോ മറ്റോ മതി എന്നാൽ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ 8 മണിക്കൂർ ആയിക്കോട്ടെ. 8 മണിക്കൂർ കഴിഞ്ഞിട്ടോ അങ്ങ് ചെന്നു എന്ന് മോൻ പറയാത്തിടത്തോളം ഇങ്ങോട്ട് ഒരു വിളി ചെല്ലേണ്ടതാണ്, അമ്മ വിളി. അമ്മ മനസ്സ് അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ 17-നാണ് ഇത് വിളിച്ചിരിക്കുന്നത്. പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞിട്ട് ആണ് വിളിക്കുന്നത്. അതായത് 4 പകലുകളും 4 രാവുകളും കഴിഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ എന്താ മറുപടി? അതിലൊരു അസ്വാഭാവികതയുണ്ട്. ഇനി വിളിച്ചാൽ കിട്ടില്ലെന്നായിരുന്നു മറുപടി. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും പങ്കുവയ്ക്കുന്നില്ല അമ്മയുമായിട്ട്. അപ്പോൾ ബാംഗ്ലൂരിലേക്കല്ല ഇയാൾ പോയത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. പോയത് നേരെ എവിടേക്കാണ്? ഈ കാശ്മീരിലേക്ക് തന്നെ. കാശ്മീരിൽ പോവാതെ അവിടെ ശവം കിടക്കില്ല. ഈ മൊഴിയിൽ തന്നെ വ്യക്തതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരിയെ വിളിച്ചു ചോദിക്കാമല്ലോ, ഇദ്ദേഹം അവിടെ എത്തിയോ എന്ന് അല്ലേ? അതെ, മാനസിക രോഗമാണെങ്കിൽ സ്വബോധമുള്ള മകളെ വിളിച്ചു ചോദിക്കാം. അത് കൺഫേം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് അവിടുന്ന് നേരെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അടുത്ത് പോയി കാണും. അവിടുന്ന് പണവും വാങ്ങിച്ചുകൊണ്ട് കാശ്മീരിലെ ജോലിക്ക്, കാശ്മീരെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊഴിൽ കിട്ടുന്ന സ്ഥലമല്ല, എന്ത് തൊഴിലിന് വേണ്ടിയാണ് പോയതെന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെയൊക്കെയാണ് നമ്മുടെ സംശയങ്ങൾ ബലപ്പെടുന്നത്. ആ പോയ കൂട്ടത്തിൽ അവിടെ പോയി പോലീസ് മുമ്പ്, അതുപോലെ തന്നെ ഇയാൾ നേരത്തെ 21 ദിവസം ഇദ്ദേഹത്തെ കാണാതായിട്ടുണ്ട്. ഇതെവിടേക്കാണ് പോയിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ കുറച്ച് ദുരൂഹതകളുണ്ട്. നമ്മളിപ്പോൾ ഊമനെ കണ്ടില്ലെങ്കിൽ ഉറിയിലും തപ്പണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വലിയൊരു പ്രമാദമായിട്ട് ഒരുപാട് പേര് മരിച്ച, ഒരു മുസ്ലിം കൂടി കൊല്ലപ്പെട്ട ഒരു ഭീകരാക്രമണമാണിത്. ഒരു നേപ്പാളിയും കൊല്ലപ്പെട്ട അന്താരാഷ്ട്ര മാനങ്ങളുള്ള ഒരു കൊലപാതകമാണ്. അപ്പോൾ ഇവിടെ അന്വേഷണത്തിൽ നമുക്ക് ഇതുവരെ പ്രതികളെ കിട്ടിയതായിട്ട് പോലീസൊന്നും പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് അന്വേഷണം തുടരുകയാണ്. അപ്പോൾ ഈ അന്വേഷണം കൂടി കൂട്ടിച്ചേർത്ത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇയാളെ ഭീകരവാദികൾ കൊന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി കാശ്മീരിലേക്ക് പോയതാണ്? ആണെങ്കിൽ എന്തായിരുന്നു ആവശ്യം, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്നുള്ളത് കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ മൊബൈലുണ്ട്, എന്തായാലും മൊബൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാരെയും കൊന്നവർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും തന്നെ നാം മറ്റൊരു ജനങ്ങൾക്കിടയിൽ മറ്റൊരു സംശയം കൂടിയുണ്ട്. വലിയ രീതിയിൽ IS-ലേക്കും പാകിസ്ഥാനിലേക്കെല്ലാം വലിയ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ള ഒരു സംസ്ഥാനം കൂടെയാണ്. അതുകൂടി കേരളത്തിലെ ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടല്ലോ. വലിയ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഭീകരവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് പലരും ഇങ്ങനെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ടും ഈ പഹൽഗാം ആക്രമണത്തിൽ തന്നെ കേരളത്തിൽ പഠിച്ച ഒരാളും കൂടി പങ്കാളിയായിരുന്നു എന്ന് നമുക്കിപ്പോൾ തെളിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് കേരളത്തിന് പങ്കില്ലെന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കുകയാണ്. ഇതിലും ഏതൊരു ഭീകരാക്രമണം നടന്നാലും അതിന് കേരളത്തിനൊരു റോള് ഇതിലില്ലാന്ന് നമ്മൾ സമാശ്വസിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അതിലും പങ്കുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയും ഇതിനെപ്പറ്റി അന്വേഷണം നടത്തണം. 2 തരത്തിൽ ഇത് പ്രയോജനപ്പെടും. അതിൻ്റെ അമ്മയ്ക്ക് അതിനെക്കുറിച്ചുള്ള സത്യം അറിയാൻ കഴിയും, അതൊരു നിരപരാധിയാണെങ്കിൽ. അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും ഒരു ഇരയായിപ്പോയതാണ്. ഞാനല്ലാതെ വിശ്വസിക്കുന്നില്ല, സ്വയമേവ പോയതല്ല ആയിരിക്കില്ല. ഈ റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെട്ട തീവ്രവാദികളുടെ ഒരു ഇരയായിട്ട് പോയതാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നമ്മുടെ ഇന്ത്യക്കും ലഭിക്കും, ഇന്ത്യ എന്ന് പറയുന്ന ഭാരത് മാതാവിനും ലഭിക്കും, അല്ലെങ്കിൽ ഇവിടെ അമ്മയായിട്ടുള്ള ഹസീനയ്ക്ക് ലഭിക്കും. 2 കൂട്ടർക്കും പ്രയോജനപ്പെടും, ഏത് വിധത്തിലായാലും ശരി. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ്. എന്തായാലും ഇത് കേന്ദ്ര ഏജൻസികൾ കൃത്യമായി അന്വേഷിച്ചാലേ ഇതിലൊരു തുമ്പ് കിട്ടുകയുള്ളൂ അല്ലേ? കാരണം കേരള പോലീസ് അല്ല, അവിടെ NIA ഉണ്ട്. NIA കേന്ദ്ര ഇൻ്റലിജൻസ് ഉണ്ട്, സൈന്യമുണ്ട്, NIA
എല്ലാവരും കൂടെ അന്വേഷണം ആരംഭിച്ചിരിക്കും. കേരളത്തിലൊന്നും നടത്താൻ പറ്റുകയില്ല. അങ്ങനെ വിട്ടുകൊടുക്കുകയില്ല. കാരണം തീവ്രവാദി വരെ വന്നല്ലേ, ലാബ് ടെക്നീഷ്യൻ അന്വേഷിക്കും സമഗ്രമായിട്ട്. അല്ല, കേരളം അങ്ങനെ മാറിയിട്ടുണ്ട്. തീവ്രവാദികൾക്ക് വരെ വന്ന് പഠിച്ചിട്ട് പോവാം. തീവ്രവാദികളുടെ ലബോറട്ടറി ആണല്ലോ നമ്മുടെ. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംശയകരമായിട്ടുള്ള സംശയം നമുക്ക് തന്നെ തോന്നി വന്നത്. നേരത്തെ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങളുടെ പേരിലാണ് ഈ സംശയം. ഈ പാവപ്പെട്ട അമ്മയും പാവപ്പെട്ട ഒരു മകനുമാണെങ്കിൽ. പക്ഷേ ഇത് ഉമ്മയുടെ ഭാഗത്തും കുടുംബത്തിന്റെ ഭാഗത്തും ചില വ്യക്തിത്വ കുറവുകളുണ്ട്. അത് അവർ തന്നെ അല്ലേ അടിയന്തരമായി പരിഹരിക്കണം. വ്യക്തത അവർക്ക് കിട്ടാൻ വേണ്ടി അവർ പാവങ്ങളായിരിക്കും എന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങനെ സങ്കല്പിക്കുക. നമ്മൾ ഈ കുറ്റവാളിയാണെന്നൊരു മുൻവിധി നമുക്ക് വേണ്ട. അല്ല, ചില അങ്ങനെ പറയുമ്പോഴും ഇതിലെ ഈ സംശയങ്ങളുണ്ടല്ലോ, സംശയങ്ങൾ ദൂരീകരിക്കണം. തീർച്ചയായിട്ടും അതിനോട് യോജിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.